റഷ്യയെ തകർക്കാൻ 42 രാജ്യങ്ങൾ ചേർന്ന് ഇതുവരെ 22 തവണ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. പക്ഷെ ഫലമെന്തുണ്ടായി? ഹോർമോസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ കാരണം എണ്ണവില കുതിച്ചുയർന്നപ്പോൾ റഷ്യ ഇന്ന് ദിവസവും $150 മില്യൺ അധികമായി സമ്പാദിക്കുന്നു. ഈ മാസം കഴിയുമ്പോൾ പുടിൻ്റെ പോക്കറ്റിലെത്തുന്നത് ഏകദേശം $5 ബില്യൺ ആണ്. റഷ്യയെ തകർക്കാൻ പോയവർ ഇന്ന് റഷ്യയുടെ വളർച്ച കണ്ട് പകച്ചു നിൽക്കുകയാണ്. ഇതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദുമായി സംസാരിക്കുന്നത്. ചബഹാർ തുറമുഖവും ഇന്ത്യയുടെ സുരക്ഷയും മാത്രമല്ല മോദി ചർച്ച ചെയ്യുന്നത്. ഈ യുദ്ധത്തിൽ ലോകം വീഴാൻ പോകുന്ന 5 ചതിക്കുഴികളുണ്ട്. അതിനെപ്പറ്റിയാണ്. 1. എസ്കലേഷൻ ട്രാപ്പ്. ഇസ്രായേലും അമേരിക്കയും വിചാരിക്കുന്നത് അവർക്ക് ഇറാനെ പെട്ടെന്ന് തകർക്കാമെന്നാണ്. ഇതിനെ ടാക്ടിക്കൽ സക്സസ് എന്ന് വിളിക്കാം. പക്ഷേ ഇതൊരു കെണിയാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഒരു ചെറിയ വിജയം വലിയൊരു തിരിച്ചടിക്ക് കാരണമാകും. ഇറാന്റെ ഉള്ളിൽ രാഷ്ട്രീയ സമ്മർദ്ദം കൂടുമ്പോൾ ഈ യുദ്ധം ഒരിക്കലും അവസാനിപ്പിക്കാത്ത ഒരു വലിയ ലൂപ്പായി മാറും. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. 2. സ്മാർട്ട് ബോംബ് ട്രാപ്പ്. അമേരിക്കയും ഇസ്രായേലും അവരുടെ സ്മാർട്ട് ബോംബുകൾ ഉപയോഗിച്ച് ഇറാന്റെ 90% ആയുധങ്ങളും തകർത്തു എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ ഇതൊരു ഇല്യൂഷൻ മാത്രമാണ്. ശത്രുവിനെ നിസ്സാരനായി കാണിക്കുമ്പോൾ അവർ കൂടുതൽ കരുത്തോടെ തിരിച്ചടിക്കും. സോഷ്യൽ മീഡിയയിലെ ഡിഫൻസ് പേജുകളിൽ ചർച്ച ചെയ്യുന്നത് ഇറാന്റെ ഭൂഗർഭ താവളങ്ങളെക്കുറിച്ചാണ്. അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. 3. ഹൊറിസോണ്ടൽ എക്സ്കലേഷൻ. ഇതൊരു നേരിട്ടുള്ള യുദ്ധമല്ല. അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ട് മുട്ടുന്നതിന് പകരം യുദ്ധം മറ്റു മേഖലകളിലേക്ക് പടരും. ഉദാഹരണത്തിന് റൊമേനിയയിലും മധ്യേഷ്യയിലും മറ്റു ഭാഗങ്ങളിലും പ്രശ്നങ്ങൾ തുടരുന്നു. യുദ്ധം പല രാജ്യങ്ങളിലേക്ക് വ്യാപിച്ച് എതിരാളിയുടെ ശ്രദ്ധ മാറ്റുന്ന തന്ത്രമാണിത്. 4. പാരലൽ അറ്റാക്ക്. ഒരു വശത്ത് ഇസ്രായേൽ ഇറാന്റെ ന്യൂക്ലിയർ പ്ലാന്റുകൾ ശ്രമിക്കുമ്പോൾ മറുവശത്ത് ഇറാൻ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറുകളെ ലക്ഷ്യം വെക്കുന്നു. പവർ ഗ്രിഡുകളും എണ്ണ ശുദ്ധീകരണശാലകളും ഒരേ സമയം തകർക്കുന്ന ഈ രീതി ലോകത്തെ ഇരുട്ടിലാക്കും. ഇറാന്റെ ഷാഹിദ് 136 ഡ്രോണുകൾ ലോകപ്രശസ്തമാണ്. എന്നാൽ ഇപ്പോൾ അമേരിക്ക ലൂക്ക എന്ന പേരിൽ പുതിയൊരു ഡ്രോൺ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇത് ഷാഹിദ് ഡ്രോണിന്റെ അതേ ടെക്നോളജി ഉപയോഗിച്ചുള്ളതാണ്. അതായത് ഇറാന്റെ ശൈലിയിലുള്ള ഒരു അറ്റാക്ക് തന്നെ തിരിച്ച് അമേരിക്കയും ഇറാനെതിരെ പ്രയോഗിക്കുകയാണ്. ഇസ്രായേൽ പുറത്തുവിട്ട സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ഇറാന്റെ ന്യൂക്ലിയർ സെന്ററിന് വലിയ ആഘാതമേറ്റതായി കാണുന്നു. ഇറാനെ 4 വർഷം പിന്നിലേക്ക് അടിച്ചമർത്തി എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. റഷ്യൻ ലാഭവും അമേരിക്കയുടെ പുതിയ ആയുധങ്ങളും മോദിയുടെ നയതന്ത്ര നീക്കങ്ങളും എല്ലാം വിരൽ ചൂണ്ടുന്നത് വലിയൊരു ആഗോള മാറ്റത്തിലേക്കാണ്. യുദ്ധം അവസാനിക്കുമോ അതോ ലോകമഹായുദ്ധമായി മാറുമോ? ഇതിലേറ്റവും പ്രധാനമാണ് പവർ എയർ ട്രാപ്പ്. പ്രധാനമെന്ന് മാത്രമല്ല ഹൃദയഭേദകമായിട്ടുള്ളൊരു വാർത്ത കൂടിയാണ്. വിമാനങ്ങളും മിസൈലുകളും കൊണ്ട് മാത്രം ഒരു യുദ്ധം ജയിക്കാനാവില്ല. മിസൈലുകൾ ഒരു സ്കൂളിന് മുകളിൽ വീണ് 175 കുരുന്നുകൾ കൊല്ലപ്പെട്ടപ്പോൾ സംഭവിച്ചത് എന്താണ്? ഇറാൻ ഭരണകൂടത്തിനെതിരെ നിന്നിരുന്ന ജനങ്ങൾ പോലും ഇന്ന് രാജ്യത്തിനായി ഒന്നിച്ചു നിൽക്കുന്നു. ആകാശത്ത് ജയിച്ചാലും ജനമനസ്സുകളിൽ തോക്കുന്ന അവസ്ഥയാണത്. കുട്ടികൾക്ക് നേരെയുള്ള അറ്റാക്കുകളൊന്നും പ്രോത്സാഹിപ്പിക്കാനാവില്ല.